സോഴ്സ് എൻകോഡിങ് എന്താണെന്നുള്ള ഡീറ്റെയിലോട്ട് പോവുകയാണ്. ഓക്കെ, സോഴ്സ് എൻകോഡിങ്ങിന്റെ യൂസ് എന്ന് വെച്ചാൽ എഫിഷ്യൻസി കൂട്ടുക, എറേഴ്സ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഏത് എൻകോഡിങ്ങിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി സോഴ്സ് എൻകോഡിങ് ആകുമ്പോൾ മെയിൻ ആയിട്ട് എഫിഷ്യൻസിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാനൽ എൻകോഡിംഗ് ആണ് മെയിൻ ആയിട്ട് ട്രാൻസ്മിഷൻ എറർ കറക്ഷനിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് അതിന്റെ ഐഡിയാസ്, അതിന്റെ ജനറലൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ലെറ്റ് ദി സോഴ്സ് ബി ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് സിംബൽസ്. അതായത് സോഴ്സ് S1 S2. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. നമുക്ക് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു സെൻസർ വേണമെങ്കിൽ എങ്ങനെ പറയാം, ഒരു സെൻസറിന്റെ ഒരു സോഴ്സ് ആയിട്ട് പറയാം. അപ്പൊ ആ സെൻസറിന്റെ ഔട്ട്പുട്ട് പലതും ഉണ്ടാവും. അപ്പൊ ആ പല ഔട്ട്പുട്ടും ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ വരുന്ന ഔട്ട്പുട്ട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു തെർമൽ സെൻസർ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചറിനനുസരിച്ച് അത് ഓരോ ഔട്ട്പുട്ടുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ടിൽ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഓരോ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എത്ര ഔട്ട്പുട്ട് വരാം എന്നുള്ളത് കാര്യം നമുക്ക് ഏത് സെൻസർ ആയാലും അതിന് മിനിമം വാല്യൂ ഇത്ര ആയിരിക്കും, മാക്സിമം വാല്യൂ നമ്മൾ എഴുതുമല്ലോ, ലിമിറ്റ് എഴുതുന്നു ഇത്ര തൊട്ട്. ഇപ്പൊ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ടെമ്പറേച്ചർ ഫ്രം ഇത്ര റേഞ്ച് ടു ഇത്ര റേഞ്ച്. ആ രീതിയിൽ ഏത് സോഴ്സ് ആയാലും അതിന് ഉണ്ടാവുന്ന സിമ്പിൾസ് S1 to SQ. നേരത്തെ ഞാൻ ടെമ്പറേച്ചറിന്റെ കേസ് ആണെങ്കിൽ അത് ഇന്ന ടെമ്പറേച്ചർ ടു ഇന്ന ടെമ്പറേച്ചർ എന്നുള്ളത് മിനിമം മാക്സിമം റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ S1 SQ ഉണ്ട്. അപ്പൊ മിനിമം S1 മാക്സിമം SQ. അപ്പൊ ഏത് സോഴ്സും ആവട്ടെ. പക്ഷെ എന്ത് വന്നാലും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ചൂട് എടുത്തിട്ട് ചൂടല്ല അയക്കുന്നത് അല്ലെ. നമ്മൾ അതിനെന്തെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഒരു വാല്യൂ വെച്ചിട്ടായിരിക്കും അയക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ സോഴ്സ് ആൽഫബറ്റ്, സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സെൻസർ ആയിരിക്കും, ആ സെൻസറിന്റെ ഓരോ വാല്യൂസും നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ചാണ് അയക്കുന്നത്. ഒരു കോഡാക്കി, അതായത് എൻകോഡിംഗ് എന്ന് പറയുന്നത് ഒരു കോഡാക്കിയാണ് നമ്മൾ അയക്കുന്നത്. സോഴ്സിന്റെ ഓരോന്നിനെയും നമ്മൾ എന്തായിട്ട് അയക്കുന്നത്, ഒരു കോഡായിട്ടാണ് അയക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ S1 S2 എക്സെട്രാ എക്സ്ക്യൂനെ നമുക്ക് ഒരു കോഡാക്കിയാണ് അയക്കുന്നത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ബൈനറിയുടെ കേസ് ആലോചിച്ചാൽ മതി. ബൈനറി തന്നെ ആവണമെന്ന് നിർബന്ധമല്ല, പക്ഷെ നമ്മൾ ജനറലി ബൈനറി ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ബൈനറിയുടെ കേസ് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് സാധനം അയച്ചാലും ആലോചിക്കുക, ബൈനറിയിൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് 0യും 1ഉം വെച്ചാണ് അയക്കുന്നത്. ബൈനറിയുടെ കേസിൽ നമുക്ക് എന്ത് കിട്ടിയാലും അതിന് നമ്മൾ എന്തായിട്ടാണ് അയക്കുന്നത്, 0യും 1ഉം വെച്ചിട്ടാണ് അയക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബൈനറിയുടെ കേസിൽ എന്ത് കിട്ടിയാലും 0യും 1. അപ്പൊ ഇവിടെ കോഡ് ആൽഫബറ്റ്, അപ്പൊ കോഡ് ആൽഫബറ്റ് ജനറൽ കേസിൽ അവർ X1 X2 X3 എക്സെട്ര അപ് ടു XR എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഈ കോഡ് ആൽഫബറ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് ആൽഫബറ്റിലുള്ള ഓരോ സോഴ്സിനും ഒരു കോഡ് കൊടുത്തയക്കുക എന്നുള്ളതാണ് കോഡ് ആൽഫബറ്റിന്റെ ജോലി. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈനറിയുടെ കേസ് ആലോചിക്കുക. ബൈനറിയുടെ കേസിൽ ഇപ്പോ നമ്മൾ എന്ത് അയച്ചാലും 0യും 1ഉം വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പൊ ബൈനറിയുടെ കേസ് ആണെങ്കിൽ കോഡ് ആൽഫബറ്റിൽ എന്തൊക്കെയാ ഉള്ളത്, 2 ഉള്ളൂ. X1ഉം X2ഉം കോഡ് ആൽഫബറ്റിൽ 2 സിമ്പലേ ഉള്ളൂ അല്ലെ. കോഡ് ആൽഫബറ്റിൽ 2 സിമ്പലേ ഉള്ളൂ. ഏതൊക്കെയാണ്, X1ഉം X2ഉം. അതായത് X1 will be 0 and X2 will be 1. ബൈനറിയുടെ കേസ് ആണെങ്കിൽ ആലോചിക്കണം. അപ്പൊ ബൈനറിയുടെ കേസിൽ നമുക്ക് എന്ത് കിട്ടിയാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു അക്ഷരം അയക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് സിമ്പിൾ, ഈ സോഴ്സ് എന്ന് വെച്ചാൽ A തൊട്ട് Z വരെ ജനറേറ്റ് ചെയ്യുന്ന ഒരെണ്ണമാണെങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി കോഡ് ഇപ്പൊ 0001 വെച്ചിട്ടായിരിക്കും. അതേപോലെ ബിക്ക് S2 എന്ന് വെച്ചാൽ B ആയിട്ട് കൺസിഡർ ചെയ്യുക. B എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് 0100 ആണ് അയക്കുന്നത് വെക്കുക. അപ്പൊ ഈ ഓരോ സോഴ്സ് ആൽഫബറ്റിനെയും കോഡ് ആൽഫബറ്റിലെ പല കോമ്പിനേഷൻ കൊണ്ടാണ് അയക്കുന്നത്. പല കോമ്പിനേഷൻ, അതായത് S1 ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ S1 എന്ന് വെച്ചാൽ A ആണെന്ന് വെക്കാം. ഇപ്പൊ A ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന 010 ആണെന്ന് വെക്കാം. A ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന 010. അപ്പൊ ഇവിടെ ബൈനറി ആണെങ്കിൽ ഇത് X1 0യും X2 1ഉം ആണ്. അപ്പൊ ഈ S1നെ ഞാൻ എങ്ങനെയാണ് അയക്കുന്നതെന്ന് വെച്ചാൽ S1നെ ഞാൻ അയക്കുന്ന 010 ആണല്ലോ. അപ്പം S1നെ ഞാൻ അയക്കുമ്പോ എന്താണ് അയക്കും, X1 എന്ന് വെച്ചാൽ 0 ആണ്,
x2 എന്ന് വെച്ചാൽ 1 ആണ്, x1. അപ്പൊ x1 x2 x1 ആണ്. S1 ശ്രദ്ധിക്കുന്നുണ്ടോ, മാറിപ്പോയത് S1 റെപ്രസെന്റ് ചെയ്യുന്നത് x1ഉം x2ഉം x1 ഈ മൂന്നെണ്ണം കൂടെ ഒരുമിച്ചിട്ടാണ് S1 റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇത് ബൈനറിയുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബൈനറി ആകുമ്പോൾ ഇത് x1 0ഉം x2 1ഉം ആണ്. രണ്ടെണ്ണേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ബൈനറിയിൽ ആകെ 2 സിമ്പിൾസിന്റെ ഉള്ളൂ. അപ്പോ S1 0 1 0 ആണെങ്കിൽ ഞാൻ S1 എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്തായിരിക്കും അയക്കുന്നത്? S1 എന്ന് പറയുന്നതിന് പകരം ഞാൻ അയക്കുന്നത് എന്തായിരിക്കും? x1 x2 x1, അതായത് ഇൻ എഫക്ട് 0 1 0 ആയിരിക്കും. സിമിലർലി S2 പകരം 1 1 0 ആണെന്ന് വെക്കുക എങ്കിൽ S2 പകരം ഞാൻ എന്തായിരിക്കും അയക്കുന്നത്? x2 x2 x1. അതായത് ഇവിടെ x2 എന്ന് വെച്ചാൽ എന്താണ്, ബൈനറി കേസിൽ 1 ആണ്. അപ്പൊ 1 1 0 ആകുമ്പോ S2 അയക്കേണ്ട സ്ഥലത്ത് ഞാൻ എന്ത് അയക്കും? x2 x2 2 x2 ആയിരിക്കും x1. ഈ x2 x2 x1 കൂടെ ചേർന്നാലാണ് ഒരു സിംഗിൾ S2 റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? S2 റെപ്രസെന്റ് ചെയ്യാൻ x2 x2 x1 കൊണ്ടാണ് അയക്കുന്നത്. ആ രീതിയിലാണ് പറയുന്നത്. അതായത് സോഴ്സ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ആൽഫബറ്റ്സിനെയാണ് സോഴ്സ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ആ സോഴ്സ് ആൽഫബറ്റിനെ എല്ലാം എന്താണ്, ഒരു കോഡ് വേർഡ് ആക്കി മാറ്റും. ഒരു കോഡ് ആൽഫബറ്റ് ഉപയോഗിച്ച്, ശ്രദ്ധിക്കുക, സോഴ്സ് ആൽഫബറ്റ് ആയ S1 S2 എക്സെട്ര അപ് ടു XQ ഒരു കോഡ് ആൽഫബറ്റ് ആയ X1 X2 X3 എക്സെട്ര അപ് ടു XR വെച്ചിട്ട് ഒരു കോഡ് വേർഡ് ആക്കി മാറ്റും. കോഡ് വേർഡ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടത്തെ കേസിൽ S1 വരെ അവർ X1 എടുത്തു. S2 എന്ന് വെച്ചാൽ X1 X3 X4 ആവാം. അടുത്ത S3 എന്ന് വെച്ചാൽ X3 X5 X7 X9 ആവാം. അങ്ങനെ ഓരോന്ന് വെച്ച് അയച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പൊ S1 ബൈനറി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവും അല്ലെ? ബൈനറി ആകുമ്പോൾ S1 പകരം എന്തായിരിക്കും? S1 പകരം നേരത്തെ പറഞ്ഞത് 1 അല്ല 0 1 0 അയച്ചു. അപ്പൊ X1 X2 X1 അയച്ചു. S2 അയക്കുന്നതിന് പകരം എന്തായിരിക്കും? X2 X2 X1 അയക്കും. കാര്യം 1 1 0. ആ രീതിയിൽ ഓരോന്ന് അയക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ X1 തൊട്ട് A തൊട്ട് Z വരെ ഒരുമിച്ച് തന്നെ അയക്കുന്നത് അല്ലെ? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ആൽഫബറ്റ് അയക്കുമ്പോൾ എനിക്ക് 1 എന്ന് അയക്കണം. അപ്പൊ ഓയുടെ കറസ്പോണ്ടിങ് കോഡ് വേണം. ഓ അതേപോലെ എന്നിന്റെ കറസ്പോണ്ടിങ് കോഡ് വേണം. ഇയുടെ കറസ്പോണ്ടിങ് കോഡ് വേണം. ഇപ്പൊ ഓയ്ക്ക് വരെ ഞാൻ 1 1 1 1 1 0 ആണെങ്കിൽ ഞാൻ 1 അയക്കുന്നത് എങ്ങനെയാണ് അയക്കുന്നത് വെച്ചാൽ ആദ്യം ആ ഓയ്ക്ക് വരം 1 1 1 1 1 0 ആണെങ്കിൽ X2 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 X1. ഇനി N കൂടെ എന്താ അടുത്ത N അയക്കണം. N എന്ന് വെച്ചാൽ 1 1 0 ആണെന്ന് വെക്കുക എങ്കിൽ X2 X2 X1. ഇനി E അയക്കണം. E എന്ന് വെച്ചാൽ 0 0 0 1 ആണെന്ന് വെച്ചാൽ X1 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 X2. അപ്പൊ ഈ രീതിയിലാണ് ഒരു 1 അയക്കുമ്പോ അപ്പൊ എത്ര സാധനം പോയെന്ന് ആലോചിക്കുക. 1 അയക്കുമ്പോ നേരത്തെ പറഞ്ഞ X2 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 X1 അയക്കും. കൂടാതെ രണ്ടാമത് N വേണ്ടിയുള്ള അടുത്ത സാധനം അയക്കും. ഇക്ക് വേണ്ടിയുള്ള അടുത്ത സാധനം അയക്കും. ഇങ്ങനെ ഓരോ സോഴ്സ് ആൽഫബറ്റിനും 1 to 1 റിലേഷൻ ഉണ്ട്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ സെന്റൻസിൽ വായിക്കേണ്ട കാര്യമില്ല. X കോഡ് ആൽഫബറ്റ് ആണ്. കോഡിംഗ് എന്ന് വെച്ചാൽ റെപ്രസെന്റ് ഈച്ച് ആൻഡ് എവരി സിമ്പിൾ ബൈ എ സീക്വൻസ് ഓഫ് സിമ്പിൾസ് ഓഫ് X. നേരത്തെ പറഞ്ഞാൽ ഓരോ സിമ്പിൾ എസിലെ ഓരോ സിമ്പിളിനെയും ഇവിടെ ഓരോ സീക്വൻസ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ല ഒരു സിമ്പിൾ കൊണ്ടല്ല. S1 പകരം X1 അല്ല, പിന്നെ എന്തായിരുന്നു S1 പകരം X2 X2 X1 ആയിരുന്നു. അപ്പൊ സീക്വൻസ് ഓഫ് X കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ എന്താക്കി മാറ്റും? ഒരു കോഡ് വേർഡ് ആക്കി മാറ്റും. ഇനി ഒരു വേർഡിന്റെ ലെങ്ത്, അപ്പൊ ഇപ്പൊ ഞാൻ S1 ലെങ്ത് എത്രയെന്ന് വെച്ചാൽ S1 ഞാൻ 1 1 0 ആയിട്ടാണ് അയക്കുന്നെങ്കിൽ അതിന്റെ ലെങ്ത് എത്രയെന്ന് വെച്ചാൽ നോക്കിയേ. S1 എന്ന് വെച്ചാൽ 1 1 0, അതായത് X2 X2 X1 ലെങ്ത് എത്രയാ? S1 ലെങ്ത് എന്ന് വെച്ചാൽ 3 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ആ രീതിയിൽ നമ്മൾ എത്ര കോഡ് വേർഡ് യൂസ് ചെയ്യുന്നുള്ളത് ഇതിനനുസരിച്ച് മാറും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരിവിടെ കാണിച്ചിരിക്കുന്നത് S1 വരെ X1 ആണെങ്കിൽ അതിന്റെ കോഡ് അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എത്രയെന്ന് വെച്ചാൽ 1. ഇനി S2 വരെ ഞാൻ അയച്ചത് X1 X3 X4 ആണെങ്കിൽ അതിന്റെ കോഡ് അല്ലെങ്കിൽ വേർഡ് ലെങ്ത്, കോഡ് വേർഡ് ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എത്രയെന്ന് വെച്ചാൽ 3. ആ രീതിയിൽ നമ്മൾ ഓരോ സിമ്പലിനും എത്ര കോഡ് ആൽഫബറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു അതിനെയാണ് അതിന്റെ കോഡ് ലെങ്ത് അല്ലെങ്കിൽ കോഡ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അതായത് ഒരു ആൽഫബറ്റിന് എത്ര കോഡ് ആൽഫബറ്റ്, ഒരു സോഴ്സ് ആൽഫബറ്റ് ആയ S1 S2 എക്സെട്ര ടു XQ എത്ര കോഡ് ആൽഫബറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു
അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിനെയാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ബ്ലോക്ക് കോഡ്, പ്രോപ്പർട്ടീസ് ഓഫ് കോഡാണ്. ഇപ്പൊ നമ്മൾ കോഡിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഴ്സ് ആൽഫബറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ കോഡ് ആൽഫബറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, കോഡ് വേർഡ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, കോഡ് വേർഡിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും പറഞ്ഞു.